ഇറാൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയാൽ ഗൾഫിലെയും ഒമാൻ ഉൾക്കടലിലെയും ഒരു തുറമുഖം പോലും സുരക്ഷിതമായിരിക്കില്ല. ഭീഷണിയും മുന്നറിയിപ്പുമായി അമേരിക്കയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ഇറാൻ. രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം വെല്ലുവിളികൾ ഉയർത്തുമ്പോൾ ഭയത്തോടെ മുന്നോട്ട് പോവുകയാണ് പല രാജ്യങ്ങളും. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു കടക്കുകയോ ചെയ്യുന്ന കപ്പലുകൾക്ക് ഉപരോധം ഏർപ്പെടുത്താനുള്ള US നീക്കം കടൽ കൊള്ളയാണെന്ന് ഇറാൻ സായുധ സേന. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഗൾഫിലോ ഒമാൻ ഉൾക്കടലിലോ ഒരു തുറമുഖവും സുരക്ഷിതമായിരിക്കില്ലെന്നും IRGC വക്താവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇസ്ലാമാബാദിൽ നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് US പ്രസിഡന്റ് ഇറാനുമേലുള്ള പുതിയ നാവിക ഉപരോധം പ്രഖ്യാപിച്ചത്. തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ ഇത് പ്രാബല്യത്തിൽ വരുത്തുമെന്നും US സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതും പുറത്തു പോകുന്നതുമായ എല്ലാ കപ്പലുകൾക്കും ഉപരോധം ഏർപ്പെടുത്താൻ തുടങ്ങും. ഇറാനിയൻ തുറമുഖങ്ങൾക്കും ഉപരോധമുണ്ട്. ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുകയോ പുറത്തു പോവുകയോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളുടെയും കപ്പലുകൾക്കെതിരെ ഈ ഉപരോധം നിഷ്പക്ഷമായി നടപ്പാക്കും. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള ഇറാനിയൻ തുറമുഖങ്ങളിൽ നിന്നല്ലാത്ത കപ്പലുകളെ തടയില്ലെന്നും US സേന അറിയിച്ചിട്ടുണ്ട്. ഈ നീക്കത്തെ നിയമവിരുദ്ധമെന്നും കടൽ കൊള്ളയെന്നുമാണ് ഇറാൻ സായുധ സേന വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് ഉപരോധിക്കാനുള്ള US ഭീഷണി മറികടക്കാൻ ഇറാൻ സ്ഥിര സംവിധാനം നടപ്പിലാക്കുമെന്നും IRGC വക്താവ് അറിയിച്ചു. അതേസമയം പശ്ചിമേഷ്യം വീണ്ടും സംഘർഷത്തിലേക്ക് കടക്കുമെന്ന ആശങ്കകൾക്കിടെ പരസ്പരം പ്രകോപിപ്പിച്ച് മുന്നോട്ടു പോവുകയാണ് USഉം ഇറാനും. ഇറാനിയൻ തുറമുഖങ്ങൾ ഉപരോധിക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തെ പരിഹസിച്ച് ഇറാൻ രംഗത്തെത്തുകയും ചെയ്തു. എണ്ണവില കുത്തനെ ഉയരുമെന്ന സൂചന നൽകുന്നതാണ് ഇറാന്റെ മറുപടി. ഇറാൻ പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബാക്കർ ഖാലിബാഫ് തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് പരിഹാസം കലർന്ന മുന്നറിയിപ്പ് പങ്കുവച്ചത്. നിലവിലെ പെട്രോൾ വില ആസ്വദിക്കൂ. ഈ ഉപരോധം കാരണം നിങ്ങൾക്ക് ഉടൻ തന്നെ $4-5 ലഭ്യമായ പെട്രോൾ നഷ്ടമാകുമെന്നാണ് അദ്ദേഹം അമേരിക്കൻ ഉപയോക്താക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുറിച്ചത്. ഒരു മാസത്തിലേറെ നീണ്ട പോരാട്ടത്തിന് ശേഷം കഴിഞ്ഞ ആഴ്ച ഇരുപക്ഷവും 2 ആഴ്ചത്തെ വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു. ഈ സമയത്ത് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചകൾ നടന്നു. പക്ഷേ ഇത് പരാജയപ്പെട്ടു. പിന്നാലെ USഉം ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തടസ്സം എണ്ണവിലയിൽ കൂടുതൽ കുതിച്ചുചാട്ടത്തിന് കാരണമാകുമെന്ന ആശങ്ക ഖാലിബാഫിന്റെ പ്രസ്താവനയ്ക്ക് കൂടുതൽ ആക്കം കൂട്ടി. ഇത് ഇതിനകം തന്നെ എണ്ണവാതക പ്രതിസന്ധി നേരിടുന്ന ലോകത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു. അതേസമയം ആഗോള പണപ്പെരുപ്പ സമ്മർദ്ദങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ആഗോള എണ്ണ വിതരണത്തിന് ഹോർമുസ് കടലിടുക്ക് ഒരു നിർണായക കടൽ മാർഗമാണ്. മൊത്തം എണ്ണ ഉപഭോഗത്തിന്റെ 20% ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾ US ഉടൻ തടയുമെന്നും ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ചെയ്തതിനു ശേഷമാണ് ഇറാനിൽ നിന്നുള്ള ഈ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിൽ പ്രവേശിക്കുന്നതോ പുറത്തേക്ക് പോകുന്നതോ എല്ലാ കപ്പലുകളും US സൈന്യം തടയുമെന്നും ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ റൂട്ടുകളിൽ ഒന്നിനെ ഭീഷണിപ്പെടുത്തുന്ന സമഗ്രമായ സമുദ്ര ഉപരോധമെന്ന് വിശേഷിപ്പിക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.